ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇഷ ടോക്കീസ്. മാലിഫിഷ്യൻ്റ് എന്ന മൂവിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. താൻ സ്നേഹിച്ച ആൾ തന്നെ വഞ്ചിച്ചപ്പോൾ സാഹചര്യങ്ങളാൽ വില്ലൻ പരിവേഷം അണിയേണ്ടി വന്ന ഒരു ഫെയറിയുടെ കഥയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കൂടി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഥ തുടങ്ങുന്നത് മൂർസ് എന്ന മാജിക് നിറഞ്ഞ ലോകത്തിലാണ്. അവിടെ എല്ലാ മാജിക് ക്രീച്ചേഴ്സും ഒരുമിച്ച് സമാധാനത്തോടെ ജീവിക്കുന്നു. ആ ലോകത്ത് വളരുന്ന ഒരു കുഞ്ഞു ഫെയറിയാണ് മാലിഫിഷ്യൻ്റ്. അവൾക്ക് വലിയ കറുത്ത ചിറകുകളും കൊമ്പുകളും ഒക്കെയുണ്ട്. പക്ഷേ ഹൃദയം വളരെ നന്മ നിറഞ്ഞതാണ്. ഒരു ദിവസം മനുഷ്യലോകത്തിൽ നിന്നുള്ള ഒരു കുട്ടി മൂർസിലേക്ക് കടന്നു വരുന്നു. അവൻ്റെ പേര് സ്റ്റെഫൻ. ആദ്യം മാലിഫിഷ്യൻ്റ് അവനെ എതിർക്കുന്നു. പക്ഷെ പിന്നെ അവർ രണ്ടുപേരും സുഹൃത്തുക്കളാകുന്നു. കുട്ടിക്കാലം മുതലുള്ള ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് വളർന്ന് ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ അത് പ്രണയത്തിലേക്ക് വഴിമാറുന്നു. പക്ഷെ സ്റ്റെഫൻ്റെ മനസ്സ് പതുക്കെ മാറാൻ തുടങ്ങുന്നു. അവന് പവർ വേണം, കിരീടം വേണം, രാജാവാകണം. മാലിഫിഷ്യനെ കൊല്ലുന്നവനാണ് അടുത്ത രാജാവ് എന്ന് മനുഷ്യവംശത്തിലെ തലവൻ പറയുന്നു. സ്റ്റെഫൻ മാലിഫിഷ്യനെ കൊല്ലാൻ പോകുന്നു. പക്ഷെ അവളെ സ്നേഹിക്കുന്നതിനാൽ കൊല്ലാൻ കഴിയുന്നില്ല. പകരം അവൻ അവളോട് വലിയൊരു ചതി ചെയ്യുന്നു. മാലിഫിഷ്യൻ ഉറങ്ങുമ്പോൾ അവളുടെ ചിറകുകൾ മുറിച്ചുകൊണ്ടു പോകുന്നു. അവൾക്ക് ചിറകുകളാണ് അവളുടെ ശക്തി, സ്വാതന്ത്ര്യമെല്ലാം. സ്റ്റെഫൻ അവളുടെ ചിറകുകൾ രാജാവിനെ കാണിച്ച് മാലിഫിഷ്യൻ മരിച്ചു എന്ന് കള്ളം പറയുന്നു. അങ്ങനെ അവൻ രാജാവായി മാറുന്നു. ചിറകുകൾ നഷ്ടപ്പെട്ട മാലിഫിഷ്യൻ ആകെ തകർന്നു പോകുന്നു. തന്നെ സ്നേഹിച്ച ആൾ ചെയ്ത ചതി അവൾക്ക് മറക്കാനായില്ല. അവളുടെ ഉള്ളിൽ നിറയുന്നത് റിവെഞ്ച് മാത്രമാണ്. വർഷങ്ങൾക്ക് ശേഷം സ്റ്റെഫന് ഒരു കുഞ്ഞ് പിറക്കുന്നു, പ്രിൻസസ് അറോറ. അതിൻ്റെ ആഘോഷത്തിനായി നടത്തുന്ന പാർട്ടിയിൽ മാലിഫിഷ്യൻ്റ് എത്തുന്നു. അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്റ്റെഫൻ അവളോട് ചെയ്ത ചതിക്ക് പ്രതികാരമായി അറോറയെ ശപിക്കുന്നു. 16 വയസ്സാകുമ്പോൾ അവൾ ഒരു സൂചിയിൽ വിരൽ കുത്തും. അതോടുകൂടി അവൾ ഗാർഡ് നിദ്രയിലേക്ക് പോകും. ട്രൂ ലവിൻ്റെ കിസ് മാത്രമേ അവൾ ആ നിദ്രയിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയുള്ളൂ. സ്റ്റെഫൻ പരിഭ്രാന്തനാവുന്നു. കിങ്ഡം മുഴുവനുമുള്ള സൂചി കൊണ്ടുള്ള സാധനങ്ങൾ നശിപ്പിക്കാൻ അവൻ ആവശ്യപ്പെടുന്നു. അറോറയെ കൊട്ടാരത്തിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോയി 3 ഫെയറികളെ അവളെ വളർത്താൻ ഏൽപ്പിക്കുന്നു. മാലിഫിഷ്യൻ സ്റ്റെഫനോടുള്ള റിവെഞ്ചിനായി അറോറയെ ശപിച്ചതാണെങ്കിലും കാലം കഴിഞ്ഞപ്പോൾ അവൾ അറോറയെ കണ്ടുമുട്ടുന്നു, ഒബ്സർവ് ചെയ്യുന്നു. അവൾ വളരുന്നത് മാലിഫിഷ്യൻ്റെ കൺമുന്നിലാണ്. അറോറ കുഞ്ഞായിരിക്കുമ്പോഴും വലിയ പെൺകുട്ടിയായിരിക്കുമ്പോഴും മൃഗത്തിൽ നിന്നും കാട്ടിൽ നിന്നുമെല്ലാം മാലിഫിഷ്യൻ്റ് അവളെ രക്ഷിക്കുന്നു. പതുക്കെ മാലിഫിഷ്യന് മനസ്സിലാകുന്നു അവൾ ശപിച്ചത് ഒരു ഇന്നസെൻ്റ് കുഞ്ഞിനെയാണെന്ന്. മാലിഫിഷ്യന് റിഗ്രറ്റ് വന്നു തുടങ്ങുന്നു. അറോറ ഒരു ദിവസം കാട്ടിൽ നടക്കുമ്പോൾ അവൾ ഒരു യങ് പ്രിൻസിനെ കാണുന്നു. രണ്ടുപേരും തമ്മിൽ ആദ്യം തന്നെ ഒരു കണക്ഷൻ തോന്നുന്നുണ്ട്. അറോറയുടെ ജീവിതത്തിൽ ആദ്യമായുള്ള റൊമാൻറ്റിക് ഫീലിംഗ് ആണത്. മാലിഫിഷ്യൻ എല്ലാം കാണുന്നു. അവൾ തന്നെ ചിന്തിക്കുന്നു, ട്രൂ ലവിൻ്റെ കിസ്. ചിലപ്പോൾ ഇയാൾക്ക് ഇവളെ രക്ഷിക്കാൻ കഴിയുമെന്ന് അവൾ വിചാരിക്കുന്നു. അറോറ 16 വയസ്സിന് അടുത്ത് വരുമ്പോൾ അവളോട് സത്യം പറയാൻ മാലിഫിഷ്യൻ തീരുമാനിക്കുന്നു. അറോറയെ അവൾ മൂർസിലേക്ക് കൊണ്ടുപോകുന്നു. മാജിക് വേൾഡ് കണ്ടപ്പോൾ അറോറ സന്തോഷിക്കുന്നുണ്ട്. ആ നിമിഷം മാലിഫിഷ്യൻ അവളോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അറോറ പൂർണ്ണമായും തകർന്നു പോകുന്നു. നീ തന്നെയാണോ എന്നെ വിധിയിലേക്ക് തള്ളിവിട്ടത്? നീ തന്നെയാണോ എൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്ന് ചോദിച്ച് അറോറ മാലിഫിഷ്യനെ വിട്ട് തൻ്റെ അച്ഛനെ കാണാൻ കൊട്ടാരത്തിലേക്ക് പോകുന്നു. മാലിഫിഷ്യൻ ആകെ സങ്കടത്തിലാകുന്നു. പ്രതികാരത്തിനായി ഒരു പാവംകുട്ടിയെ ശപിച്ചതിൻ്റെ പരിമിതഫലങ്ങൾ അവൾ ഇപ്പോൾ അനുഭവിക്കുന്നു. അറോറയുടെ വിശ്വാസം അവൾ നഷ്ടപ്പെടുത്തി. ഇതേസമയം കൊട്ടാരത്തിലേക്ക് പോയ അറോറ സൂചിയിൽ വിരൽ കുത്തി ഗാഠനിദ്രയിലേക്ക് പോകുന്നു. സ്റ്റെഫൻ പ്രതീക്ഷിക്കുന്നത് പ്രിൻസ് വരും, കിസ് കൊടുക്കും, ശാപം മാറുമെന്നാണ്. പ്രിൻസ് കിസ് കൊടുക്കുന്നു. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. അവൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നില്ല. മാലിഫിഷ്യൻ അറോറയുടെ അടുത്തേക്ക് വരുന്നു. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവൾ നെറ്റിയിൽ ഒരു കിസ് കൊടുക്കുന്നു. അറോറ ഉണരുന്നു. അത് തന്നെയാണ് ട്രൂ ലവ് കിസ്. ട്രൂ ലവ് എന്നത് റൊമാൻറ്റിക് ലവ് മാത്രമല്ല എന്ന് നമുക്കപ്പം മനസ്സിലാകുന്നു. പിന്നീട് മാലിഫിഷ്യൻ അവളുടെ ചിറകുകൾ തിരികെ കിട്ടുന്നു. എന്നിരുന്നാലും സ്റ്റെഫൻ മാലിഫിഷ്യനെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അവന്റെ സ്വാർത്ഥത തന്നെയാണ് അവനെ നശിപ്പിക്കുന്നത്. അവസാനം അറോറ മനുഷ്യനും മ്യൂറിസിനും തമ്മിലുള്ള ഒരു ബ്രിഡ്ജായി മാറുന്നു. മാലിഫിഷ്യൻ വില്ലനല്ല, ഒരു വേദനിക്കപ്പെട്ട ഹീറോയിൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വില്ലൻ ഉണ്ടാവുന്നതല്ല, സമൂഹം സൃഷ്ടിക്കുന്നതാണ് എന്ന് പറയുന്നത് മാലിഫിഷ്യന്റെ കാര്യത്തിൽ വളരെ ശരിയാണ്. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.